നിങ്ങളുടെ ആൻജിയോഗ്രാം കഴിഞ്ഞു, അതിനകത്ത് 90% കൂടിയ ബ്ലോക്ക് ഉണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നെഞ്ചുവേദനയില്ല, ഒരു ലക്ഷണമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണ്, ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട, ബൈപ്പാസും വേണ്ട, മരുന്ന് മാത്രം കഴിച്ചിട്ട് ഇങ്ങനെ പോയാൽ പോരെ. ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ കൂടാതെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് കൂടിയ ബ്ലോക്കുള്ള ഒരു രോഗിക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? ഇതിന്റെ ഉത്തരം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയേക്കാം, അതുപോലെ പലരുടെയും ജീവൻ രക്ഷിച്ചേക്കാം. ഒരുപാട് ആളുകൾ വളരെ കൂടിയ ഹൃദയ ബ്ലോക്കുകളുമായിട്ട് ജീവിക്കുന്നുണ്ട്. ചില ബ്ലോക്കുകൾ 100% ഉണ്ടാവും. അവരതിനെക്കുറിച്ച് അറിയുന്ന പോലുമില്ല. എന്ന് വെച്ചാൽ സൈലന്റ് ബ്ലോക്കുകൾ. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നാച്ചുറൽ കൊളാട്രൽസ് ആണ്. ഒരു വ്യക്തിക്ക് 100% രക്തയോട്ടം നിന്ന് പോകുന്ന ഭാഗത്ത് ശരീരം തന്നെ സ്വന്തമായിട്ട് രക്തക്കോയിലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ രക്തക്കോയിലുകളെയാണ് കൊളാട്രൽസ് എന്ന് പറയാം. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ നാച്ചുറൽ ബൈപ്പാസ് പലപ്പോഴും മതിയാവാതെ വരികയാണ്. അതുകൊണ്ട് ചോദ്യം ഇതാണ്, ബ്ലോക്ക് നീക്കാതെ മുന്നോട്ട് പോകുന്നത് സേഫ് ആണോ? ഒരുപാട് ആളുകൾ മരുന്ന് മാത്രം കഴിച്ചിട്ട്, ജീവിതശൈലികൾ മാറ്റിയിട്ട്, കൃത്യമായ ചെക്കപ്പുകളുമായിട്ട് വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ അങ്ങനെ ഒരുപാട് പേഷ്യൻസും ഉണ്ട്. പ്രശ്നം സംഭവിക്കുക ഈ ബ്ലോക്കിൽ ക്രാക്ക് വീഴുമ്പോഴാണ്. പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ഹൃദയാഘാതം സംഭവിക്കും. ഇതിനൊരു വാണിംഗ് ഒന്നും കിട്ടില്ല. നിങ്ങൾക്കറിയോ, 50% ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് സ്വന്തമായിട്ട് ഒരു കുഴപ്പമില്ലാന്ന് 100% വിശ്വസിച്ച് നിന്ന ആളുകൾക്കാണ്. ഇതിൽ തന്നെ ഹൃദയത്തിന്റെ മെയിൻ ഭാഗത്തൊക്കെയാണ് അറ്റാക്ക് സംഭവിക്കുന്നതെങ്കിൽ പലരും ആശുപത്രിയിൽ പോലും എത്തില്ല. കൂടിയ ബ്ലോക്കുള്ള ഒരു വ്യക്തിക്ക് വലിയ ലക്ഷണങ്ങളൊന്നുമില്ല, സ്റ്റേബിൾ ആയിട്ട് പോവാണ്, സ്ഥിരമായിട്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ട്, കൃത്യമായിട്ട് മരുന്നുകളും കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ നീട്ടിവെക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അത് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റുമായിട്ട് കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ കുറേ കാലം മരുന്ന് കഴിച്ച് സ്റ്റേബിൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് വേദന കൂടി വരുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആയാസപ്പെടുന്ന സമയത്ത് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലോക്ക് നീക്കേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നീട്ടിവെക്കരുത്. ഓർക്കുക, മരുന്ന് ചികിത്സ ഒരു ഫുൾ പ്രൊട്ടക്ഷനോ ഫുൾ ഇൻഷുറൻസോ അല്ല. അത് ബ്ലോക്ക് നീക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു താൽക്കാലിക മാർഗമായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കാർഡിയോളജിസ്റ്റുമായിട്ട് ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക, ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് രക്തോട്ടം എന്താണെന്ന് നോക്കുക, ഹാർട്ടിന്റെ പമ്പിങ് എക്കോ ടെസ്റ്റിലൂടെ മനസ്സിലാക്കുക. ഹാർട്ടിന്റെ കാര്യത്തിൽ കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ എടുക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു ചാൻസ് എടുക്കാൻ തയ്യാറാണോ, അതോ കൃത്യമായ ചെക്കപ്പുകൾ ചെയ്യോ? ഈ വീഡിയോ ആവശ്യമുള്ളവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.